ആ ചിന്തകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളുടെ ഇടയിൽ നമ്മൾ പെടാണ്ട് those are the passing clouds and you are the sky. നമ്മൾ ആദ്യം സംസാരിച്ച അതേ പോയിന്റ്. ഇപ്പം എന്താ പറഞ്ഞാൽ ആദ്യമൊക്കെ ഇങ്ങനത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വെപ്രാളമായിരിക്കും. അതായത് അയ്യോ ഗിഡ്നസ് വീണല്ലോ, ഇവിടെ വീണ് എന്താകും. അതിലാണ്ട് അന്ന് കോളേജിൽ പോകുമ്പോൾ ആ ഒരു ഇതായിട്ടാണല്ലോ പോകണത്. അപ്പോൾ പ്രൊഫസർ ആൻഡ് ഹെഡ് ഇതൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും. ഇപ്പോൾ എൻ്റെ ഇതേ പോയി. സ്റ്റുഡൻസിന് എനിക്കും ചില സമയത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് നോ ഡിഫറൻസ്. ഒടുവിൽ ഞാൻ എൻ്റെ പോർഷൻ കഴിഞ്ഞ സ്റ്റുഡൻസിന് പറയുന്നതാണ്, ഇപ്പോൾ എനിക്കും നിങ്ങൾക്ക് ഒരു വ്യത്യാസമില്ല. കാരണം എനിക്കറിയാവുന്ന എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു. യു ആർ ഈക്വൽ ടു മീ. ചിലപ്പോൾ ഹൂ നോസ് യു മേ ബി മോർ ദാൻ മീ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് വരും. അങ്ങനെയൊക്കെ കഴിക്കും. ഇല്ല, അത് ശരിക്കും സത്യമാണ്. ചിലപ്പോൾ ചില സ്റ്റുഡൻസ് നമ്മളെക്കാട്ടിലും ഷാർപ്പായിരിക്കും. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അറിയുന്നത് അത് കിട്ടിക്കഴിഞ്ഞു, പിന്നെ അവൻ്റെ ചിന്ത സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നോക്കി പറയുമ്പോൾ നമ്മളെക്കാട്ടിലും ഒരു കപ്പാസിറ്റി കൂടുതലായിരിക്കാം. ആരുണ്ട് നമ്മളുടെ ഇത്രയും കാലത്തെ അനുഭവമാണല്ലോ അവിടെ നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ഇനി അവൻ അവിടെ നിന്ന് അപ്പുറത്തെ വഴിയെ പോരെ. അതന്നെ അവർക്ക് നമ്മളെക്കാട്ടിലും പ്രത്യേകിച്ച് നോക്കി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മൾക്ക് എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത് അത് അവർക്ക് ഗുണപരമായി കൊടുത്തു കഴിയുമ്പോൾ നമ്മളെന്ത് സംഭവിക്കണമെന്ന് അറിയോ, വേറൊരു വലിയൊരു ശൂന്യത നമുക്ക് ഉണ്ടാവുകയും ആ ശൂന്യതയിലേക്ക് അതിനേക്കാൾ വലിയൊരു അറിവ് വന്ന് നിറയുകയും ചെയ്യും. അതുകൊണ്ടാണ് നൽകുന്നവൻ എപ്പോഴും അതിനെ തന്നെ സംസ്കരിക്കുകയാണല്ലോ. അതേ ഒരു വിഷയത്തെ കാര്യം നമ്മൾ കൊടുത്തു വെച്ചോ, നമ്മളൊരു ആംഗിളിൽ നിന്ന് ഒരു കാഴ്ചപ്പാടിന് നമ്മളത് കൊടുക്കുന്നത്. ആ കാഴ്ചപ്പാടിന് നമ്മൾ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സും ആ സമയത്തുണ്ടാവുന്ന അനുഭവങ്ങളിലൂടെ നമുക്കുണ്ടാവുന്ന ഒരു സംസ്കരണമുണ്ട്. ആ സംസ്കരണത്തിലൂടെ വീണ്ടും നമ്മളെ തന്നെ ആ തോട്ട്സിനെ വീണ്ടും വേറൊരു മഹത്തായ ആശയവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിനെ പവിത്രീകരിക്കും. വീണ്ടും നമ്മൾ മറ്റൊരാൾക്ക് നൽകുമ്പോൾ നമ്മൾ വേറൊരു തലത്തിൽ നിന്നായിരിക്കും അവർക്ക് നൽകുക. അപ്പോൾ നമ്മൾ ഇതാണ് എപ്പോഴും എടുത്തു വയ്ക്കുന്നവന് അഴുകിലുണ്ടാവുക എന്ത് സാധനവും, മറിച്ച് നൽകിക്കൊണ്ടിരിക്കുന്നവന് നൽകുന്നവരിലേക്ക് വന്നു നിറയുള്ളൂ, ഒഴുകിയെത്തും. ആ ഒഴുക്കാണ് പ്രധാനം. നിങ്ങളവിടെ അതിനെ സാക്ഷിയായിട്ട് നിങ്ങളിലൂടെ ഒഴുകി പോയിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അത് നൽകാൻ കഴിയുന്നവന് മാത്രമേ ആ ഒഴുക്കം ഉണ്ടാവുള്ളൂ. അല്ലാത്തവരെ കെട്ടിക്കിടന്ന് അത് ജീർണിച്ചു പോകും. അതുകൊണ്ടാണ് ധനവും എന്ത് ഇതും നമ്മുടെ കയ്യിൽ വെക്കുന്നതിനുണ്ട് യാതൊരു കാര്യമില്ല. എന്ത് കിട്ടുകയാണെങ്കിലും അത് നൽകാനുള്ളൊരു കർണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഞാൻ ഇന്നലെ ഇവിടെ